70-80 വയസ്സുള്ള കോമരങ്ങളും ഭക്തരായ അമ്മമാരും ഒരു പേരക്കുട്ടിയെ മാത്രം കൂടെ കൂട്ടി ഭരണിക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കാണണം. ഇത്തരക്കാരുടെ കയ്യിൽ ഒത്തിരി പണവും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ ഒരു അമ്പലവും പണിത് ഒത്തിരി കാശുണ്ടാക്കിയവരല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒപ്പം പരിഹാസങ്ങളും ഉണ്ടാവാം. അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ മീനഭരണിയാണ് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. അതിനു മുൻപ് ഈ വീഡിയോയുടെ സൈഡിലുള്ളത് ഒന്ന് ശ്രദ്ധിക്കുകകൂടി വേണം കേട്ടോ. അതായത് മീനഭരണിയോടനുബന്ധിച്ച് സമത്വ ഭാരതി ജനജാഗരൺ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അന്നദാന യജ്ഞത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം അന്നദാനം എന്ന് പറയുമ്പോൾ തന്നെ മീനഭരണിക്ക് വലിയ പന്തലൊക്കെ ഇട്ട് അന്നദാന മഹായജ്ഞമൊക്കെ നടക്കാറുണ്ടല്ലോ. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടെ ഭക്ഷണവും കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒപ്പം പരിഹാസങ്ങളും ഉണ്ടാവാം. അതിനു മുൻപ് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വെറും 50 പൊതിച്ചോറ് മീനഭരണിക്ക് ഉത്രട്ടാതി രേവതി ദിവസങ്ങളിലായിട്ട് കാവില് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് കൊടുത്തു തീർക്കുകയും ചെയ്യും. അതായത് ഒരു ദിവസം വെറും 25 പൊതി. ഇത്തവണ അത് സമത്വ ഭാരതി എന്ന് പറയുന്ന ട്രസ്റ്റ് വഴിയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ വിഹിതം അവരിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. ഒപ്പം ദാഹജലം, രാത്രി പൊതികളായിട്ട് ടിഫിൻ, ഇതെല്ലാം പദ്ധതി ഇടുന്നുണ്ട്. അമ്മ സഹായിച്ചാൽ പരമാവധി ഭക്തർക്ക് അത് നൽകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി കാവില് നിങ്ങൾ കാണേണ്ട ചില കാഴ്ചകളും ഞാൻ പറയാം. 70-80 വയസ്സുള്ള കോമരങ്ങളും ഭക്തരായിട്ടുള്ള അമ്മമാരും ഒരു പേരക്കുട്ടിയെ മാത്രം കൂടെ കൂട്ടി ഭരണിക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കാണണം. അല്ലാതെ ധാരാളം ഭക്തര്, അനുയായികളായിട്ടുള്ള ആൽത്തറയുടെ അവകാശങ്ങളൊക്കെയുള്ള കോമരങ്ങളും മാത്രമല്ല കാവിലേക്ക് വരുന്നത്. അവരൊക്കെ അരമണിയും ചിലമ്പും ധരിച്ച് ഒരു കയ്യിൽ പള്ളിവാള് പിടിക്കുമ്പോഴും അവരുടെ രണ്ടാമത്തെ കൈ പിടിച്ചിരിക്കുന്നത് പേരക്കുട്ടിയുടെ കയ്യിലായിരിക്കും. അത്തരത്തിലുള്ളവർക്കും പ്രായമായവർക്കും 1-2 മണിക്കൂർ ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർക്കും അവർക്ക് വേണ്ടത് അവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വളരെ വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്തരക്കാരുടെ കയ്യിൽ ഒത്തിരി പണവും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ ഒരു അമ്പലവും പണിത് ഒത്തിരി കാശുണ്ടാക്കിയവരല്ല. അതുകൊണ്ട് തന്നെ അവര് രാവിലെ കുളിക്കാൻ പോകുമ്പോൾ കുളി കഴിഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമാണ് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത്. ഒരേ സ്ഥലത്ത് ഒറ്റ ഇരിപ്പ അവരൊക്കെ. ഇനി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട കേട്ടോ. അമ്പലം പണിത് ഭക്തർക്ക് സേവനം നൽകുന്നവര് അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ക്ഷേത്രം പണിത് അത് വേണ്ട രീതിയിൽ ചിട്ടയോടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചിലവുമുണ്ട്. വേറെ പണിക്കൊന്നും പോകാനും പറ്റില്ല. ഒപ്പം അതിനുള്ള യോഗം ഭഗവതി അവർക്ക് കൊടുത്തു എന്ന് കരുതുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. അതേസമയം ഞാൻ പറഞ്ഞ അതും ആചാരങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു വരുന്ന ഇത്തരക്കാരും ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരക്കാർക്ക് വേണ്ടി ചെറിയ രീതിയിൽ അതും പറ്റാവുന്ന സേവനം ചെയ്യാൻ തയ്യാറായ ഈ ഒരു ട്രസ്റ്റിനും നിങ്ങളുടെ പരമാവധി സഹായങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒപ്പം ഈ വീഡിയോ അതുമല്ലെങ്കിൽ ഈ വിവരം പരമാവധി സുമനസ്സുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. ഇനി വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെടാം. ഏതായാലും ഈ ഭരണിക്ക് ഞാൻ ഇവരോടൊപ്പമാണ്. അമ്മേശ്വരണം ദേവീശ്വരണം.